tried to fly a while so high, direction sky. I tried to fly a while so high, direction sky. My dream is to fly over the rainbow. So നമസ്കാരം, ഞാൻ പ്രിൻസ് ജോർജ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വയനാടാണ്. വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇന്നിവിടെ ഒരു തറക്കല്ല് ഇടിൽ ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് പുറകാലെ കണ്ടറിയാം. അതിനുള്ളൊരു കുഴി കുഴിച്ച് വെച്ചേക്കുകയാണ് ഇവിടെ. കണ്ടോ, കുഴി കാണിച്ചോ? ഇതാണ് കുഴി. അപ്പോൾ ഇവിടെ രാത്രി വരെ പരിപാടിയുണ്ട്. രാത്രി ക്യാമ്പ് ഫയറിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് എത്ര ഏക്കറാന്ന് വല്ലതും അറിയാം? 40 ഏക്കർ സ്ഥലത്താണ് പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. അത് പുറകാലെ നമുക്ക് പറയാം. ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഒരു അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല കാലാവസ്ഥ, നല്ല കാലാവസ്ഥ. ഒരു മഞ്ഞ് മൂടിയൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത്രയും പേര് വന്നിട്ടുണ്ട്. 1, 2, 3 ടെമ്പോ ട്രാവൽ ഇവിടെ കിടപ്പുണ്ട്. അതിനുള്ള ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. അപ്പം അതിനുള്ള ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് പുറകാലെ കാണാം എന്താണ് സംഗതി എന്നുള്ളത്. അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണേ എനിക്ക് വലിയ ഇതില്ല. അതായത് അതിനുള്ള ആളുകൾ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് പറയുക. ഓക്കെ, എന്താണെന്നുള്ളത് നമ്മുടെ എൻ്റെ സുഹൃത്തായ അഭിലാഷ് സാറ് പറയും. എന്താണ് ഇവിടുത്തെ ഇന്നത്തെ ചടങ്ങ് നടക്കുന്നതെന്നുള്ളത്. ഓക്കെ അഭിലാഷ് സാറേ, അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി? യെസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ആദ്യത്തെ കോട്ടേജ് ടൂറിസം പ്രോജക്റ്റിൻ്റെ തറക്കല്ലിടിയിലാണ്. അത് KTDC ചെയർമാനാണ് ഇന്ന് ആ കർമ്മം 11 മണിക്ക് നിർവഹിക്കുന്നത്. ഇന്ന് ഏകദേശം 512 ബസ്സോളം ആൾക്കാർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ആദ്യത്തെ പ്രോജക്റ്റ് ആയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ജസ്പെയ്ഡ് എന്ന കമ്പനി ഈ രൂപീകൃതമായിട്ട് ഏകദേശം 4 കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷേ 25 വർഷമായിട്ടുള്ള സിൽവർ സ്പൂൺ എന്ന കമ്പനിയുടെ, അതായത് 1999 ഈവൻറ്റ് മാനേജ് കേറ്ററിംഗ് ഹോട്ടൽസ് ബിസിനസ് അതുപോലെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിച്ചു വന്ന കമ്പനിയുടെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റ്, ഒരു സെക്കൻഡ് വെഞ്ചറാണ് ഈ ജസ്പെയ്ഡ് എന്ന് പറഞ്ഞത്. അതിൽ ഞങ്ങൾ സാൻഡൽവുഡ് പ്ലാന്റേഷൻ ടൂറിസം പ്രോജക്റ്റുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. 1400 ഏക്കറിൻ്റെ പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൽ 100 ഏക്കറോളം സ്ഥലം ഇപ്പോൾ വയനാട്ടിൽ ഈ പുൽപ്പള്ളി പ്രദേശത്ത് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് ഈ 5 ഏക്കറിൽ 80 കോട്ടേജ് വരുന്നൊരു പ്രോജക്റ്റാണ്. അതിൽ ഒരു കോട്ടേജ് ഞാനും എൻ്റെ വൈഫും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നൊരു സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 8 പേർക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന 8 പേർക്ക് 8 കോട്ടേജ് സൗജന്യം. ആദ്യത്തെ 8 പേര് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റിൽ ബുക്ക് ചെയ്ത ആൾക്ക്, ഞാൻ 3rd ഫസ്റ്റിൽ ബുക്ക് ചെയ്ത ആൾക്ക് അടുത്ത നെക്സ്റ്റ് 10 സെയിൽ കഴിയുമ്പോൾ ഒരു കോട്ടേജ് ഫ്രീ കൊടുക്കും. സ്ഥലമുള്ളത് നമുക്ക് ഇവിടെ മാത്രമാണ്? അതിൽ വേറെ ഉണ്ടോ? നമുക്ക് പുൽപ്പള്ളിയിലെ പാടിച്ചിറയുണ്ട്, മുള്ളംകൊല്ലി, അവിടെ സീതാ മൗണ്ടിലുണ്ട്. അതിന് സറൗണ്ടിങ്സിലെല്ലാം നമ്മൾ എടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 5 ഏക്കറിന് മേളിൽ സ്ഥലത്ത്, 5 അല്ല 7 ഏക്കറിന് മേളിൽ സ്ഥലത്ത് ഇപ്പോൾ ചന്ദനം പ്ലാന്റേഷൻ കഴിഞ്ഞു. ബാക്കിയുള്ള പ്ലോട്ടൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാനൊരു പ്ലോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ 10-22 വർഷം സെയിൽസിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഫുൾ ടൈം ജസ്പെയ്ഡിൻ്റെ പാർട്ട്ണറാണ്, പ്രൊജക്ട് പാർട്ട്ണറാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജരാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ അഭിലാഷ് സാറിനോട് ചോദിച്ച കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിച്ചായിരുന്നു. ഷേർലി മാഡത്തോട് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടെ വരാനുള്ള സാഹചര്യം, എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ മാഡം, നമസ്കാരം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷേർലി PK, സ്ഥലം പത്തനംതിട്ടയാണ്. എൻ്റെ പ്രൊഫഷൻ, ഞാൻ 25 വർഷമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജസ്പെയ്ഡ് എന്ന ആശയം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഇതിലേക്ക് ആഹ്വാനം ചെയ്ത് എന്നെ ഇവിടെ എത്തിച്ചത്. ആദ്യമൊക്കെ ഞാൻ വളരെ നിരുത്സാഹപ്പെടുത്തി നിന്നെങ്കിലും ജസ്പെയ്ഡ് എന്താണെന്ന് പഠിക്കുകയും ജസ്പെയ്ഡിനെ കുറിച്ച് അറിയുകയും മാനേജ്മെൻറ്റിനെ കുറിച്ച് അറിയുകയും
ഈ കമ്പനിയിൽ പ്രവർത്തിച്ചാൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഇതിൽ ഇപ്പോൾ ഞാൻ ജസ്പേഡിൻ്റെ മാർക്കറ്റിംഗ് മാനേജരായിട്ട് 2.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ കമ്പനിയുടെ പുതിയ പ്രോജക്റ്റായിട്ടിരിക്കുന്ന സിൽവർ ലീഫ് എന്ന ഈ കോട്ടേജ് പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ ഈ വയനാടിൻ്റെ മണ്ണിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ പുൽപ്പള്ളിയിൽ ഇന്ന് 90 കോട്ടേജാണ് ഞങ്ങളിന്ന് ഇവിടെ പണിത് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കോട്ടേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഇന്ന് കേരളത്തിൽ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഇന്നോവേറ്റീവായിട്ടുള്ളൊരു പ്രൊജക്റ്റായിട്ടാണ് ചെയ്യുന്നത്. കാരണം ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദനക്കാടുകൾക്കുള്ളിൽ ഒരു കോട്ടേജ്, ആ സുഗന്ധ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ എന്താ പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ പോരാ, അത്രയ്ക്കും ജസ്പേഡ് കമ്പനിയെ ഞങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഞങ്ങൾ ഇന്നോവേറ്റീവായിട്ടൊരു പ്രൊജക്റ്റുമായിട്ട് കമ്പനി മാനേജ്മെൻറ്റിനോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്കും 2.5 വർഷക്കാലമായിട്ട് സാധിക്കുന്നതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്ത്യയിൽ, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെയൊരു ചന്ദന കൃഷി കമ്പനി ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു കൂട്ടുകൃഷി സമ്പ്രദായത്തിൽ നമ്മൾ ഈ പ്രവർത്തനം ഈ വയനാടിൻ്റെ മണ്ണിൽ 1400 ഏക്കറിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ കോട്ടേജിൻ്റെ തറക്കല്ലിടിയിലാണ് ഇന്നിവിടെ നമ്മൾ നടത്തുന്നത്. ആ ഉദ്ഘാടന വേളയിലും എനിക്ക് ഈ മണ്ണിൽ എത്തിച്ചേരാൻ സാധിച്ചു. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അതോടൊപ്പം എനിക്കും ഈ കോട്ടേജിൻ്റെ ഭാഗമാകുവാനും എനിക്കിവിടെ ഒരു ഫ്ലോട്ട് സ്വന്തമാക്കാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം EMIയിൽ നമ്മൾ ആരും ഭൂമി റിയൽ എസ്റ്റേറ്റ് EMI വ്യവസ്ഥയിൽ ആരും കൊടുക്കാത്ത ഒരു പ്രോജക്റ്റ് നമ്മുടെ ജസ്പേഡ് കമ്പനി നമ്മളുടെ മുമ്പിൽ തന്നപ്പോൾ അതിലൊരു EMI വഴി എനിക്കും ഒരു പ്രോജക്റ്റ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്നെ ഈ മാർക്കറ്റിംഗ് ടീമിലേക്ക് ആക്കി തന്ന ജസ്പേഡ് കമ്പനിയോടും അതിൻ്റെ മാനേജ്മെൻറ്റിനോടും അതിയായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എൻ്റെ ലീഡേഴ്സിനെയും എൻ്റെ അസോസിയേറ്റ്സിനെയും എല്ലാവരെയും ഈ സമയം ഞാൻ ഓർത്ത് അവരെ ഏറ്റവും അഭിമാനത്തോടു കൂടി ഞാൻ ഈ സമയം ഓർക്കുന്നു. അവർക്കെല്ലാവർക്കും എന്നോടൊപ്പം വരുന്ന എല്ലാവർക്കും ഈ പ്രോജക്റ്റിലേക്ക് വന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ഭാഗമായി തീരുവാൻ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അഭിമാന നിമിഷത്തിൽ പങ്കുചേരാൻ സാധിച്ച എനിക്കും കമ്പനിയോടുള്ള അതീവമായ കടപ്പാടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നും ഇവിടെ ആളുകൾ വന്നു. ജേക്കബ് സാർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും എന്താണ് ജസ്പേഡിൻ്റെ കാര്യം എന്നുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ജേക്കബ് മാത്യു. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വാകത്താനത്ത് നിന്ന് വരുന്ന ആളാണ്. ഇവിടെ ഞാൻ ഒരു 3 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ മാത്രമല്ല പല ഭാഗങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ പ്രവാസ ജീവിതം മതിയാക്കി ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതിരിക്കുമ്പോഴാണ് 2022 ഞാനൊരു ഈ കമ്പനിയെ പരിചയപ്പെടുന്നത്. ഈ കമ്പനിയുടെ പേര് ജസ്പേഡ് ഇൻ്റർനാഷണൽ എന്നാണ്. എന്നാൽ ജസ്പേഡ് ആകുന്നതിന് മുമ്പ് ഈ കമ്പനി സിൽവർ സ്പൂൺ എന്ന ഒരു സ്ഥാപനമായിരുന്നു. അവർ കാറ്ററിങ്ങും ഇവൻറ്റ് മാനേജ്മെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മോളെ വിവാഹം നടന്നത്. മോളെ വിവാഹം അവരെ കൊണ്ടാണ് നടത്തിച്ചത്. അതിനുശേഷം ഞാൻ ഇച്ചിരി ആക്റ്റീവായി. ഇവിടെ ആക്റ്റീവായ ശേഷം ഞാൻ അവിടുന്ന് ഇങ്ങനെ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞു, പരിപൂർണമായിട്ട് കേട്ട് മനസ്സിലാക്കി. നമ്മളിപ്പോൾ എന്നാണ് ഏത് കാര്യം അറിഞ്ഞാലും അതിനെക്കുറിച്ച് അറിയണമല്ലോ. എന്താണ് കമ്പനി, എങ്ങനത്തെ കമ്പനിയാണ്, എവിടെയാണ്, ആരാണ്, എന്താണെന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് 2022 ഒരു മീറ്റിങ്ങിന് എറണാകുളത്ത് വരികയും ഈ കമ്പനിയിലായിട്ട് ഞാൻ ജോയിൻ ചെയ്യുകയും കമ്പനിയിൽ ആക്റ്റീവായിട്ട് ആകുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഇവിടെ വയനാട്ടിൽ വന്നിരിക്കുന്നത് ഇവിടെ ജസ്പേഡിൻ്റെ ഒരു പുതിയൊരു സെക്കൻഡ് വെഞ്ചറായ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. അവിടെ ഞാൻ ഇപ്പോൾ ജസ്പേഡിൻ്റെ വർക്ക് ചെയ്തതനുസരിച്ച് എനിക്ക് ഇതുവരെയുള്ള എൻ്റെ ഒരു ബേസിക്കായിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജസ്പേഡ് മാനേജറാണ്, മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയും. അപ്പം ഞാൻ അതിൽ നിന്ന് എനിക്ക് അത്രയും വരുമാനം ഞാൻ കെട്ടിപ്പിടിക്കപ്പെടുത്തുകൊണ്ടാണ് എനിക്ക് കിട്ടാൻ കാരണം. അത്രയും പൈസ എനിക്ക് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ കാരണം. അപ്പോൾ അത് ഇനിയും മുന്നോട്ടും എനിക്ക് പ്രൊമോഷൻ കിട്ടാനും എനിക്ക് ഇതിൽ നിന്ന് ജീവിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നുണ്ട്, ഇവിടെ കിട്ടാൻ ഉള്ള സാധ്യതയുണ്ട്. അതിന് ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് ഈ സ്ഥലം ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകിച്ച് ഇവിടെ 3 പ്രാവശ്യം ഞാൻ വന്നിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. ഈ 3ാമത്തെ പ്രാവശ്യത്തിനകത്ത് ആദ്യത്തെ ഈ ഇവിടെ ചന്ദനമരം പ്ലാന്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ചന്ദനമരം നമ്മളെ വയനാട് സ്ഥലം എടുത്തുകൊണ്ട് പട്ടയഭൂമി എടുത്തുകൊണ്ട് പട്ടയഭൂമിക്കകത്തുനിന്ന്
5 സെൻറ്റ് സ്ഥലവും 20 ചന്ദനമരം കൂടെ തൈ വെച്ച് കൊടുത്തുകൊണ്ട് ഇത് പിന്നെ ജനങ്ങളിലേക്ക് കൊടുക്കുക, അവർക്ക് പട്ടയം കൊടുക്കുക. അപ്പോൾ അവർക്ക് അതിൽ കൃഷി ചെയ്ത ഇതിന് കൃഷി ചെയ്യുന്നതും വളർത്തുന്നതും വളർന്നുമാക്കുന്നതും എല്ലാം കമ്പനിയാണ്. അതിന് കമ്പനിക്ക് അത് 12 തൊട്ട് 15 കൊല്ലം വരെ ഈ വയനാട്ടിൽ ഈ തൈ വളർന്നു വരുമ്പോൾ 12-15 കൊല്ലം പിടിക്കും. ഇതിനോടകമായിട്ട് അത്രയും ഈ മണ്ണ് കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. നല്ല കറുത്ത മണ്ണാണ്. വയനാട്ടിൽ ഏത് ചെടി നോക്കിയാൽ, ഏത് ചെറിയ മരങ്ങൾ നോക്കിയാൽ നല്ല കറുത്ത നിറമാണ് ഇലയ്ക്ക്, എല്ലാം കരിയും പച്ച നിറം. അപ്പോൾ ഇതുപോലെ ഞാൻ പലയിടത്തും കണ്ടിട്ടില്ല. പക്ഷേ വയനാട് ഞാൻ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ്. വണ്ടിപ്പെരിയാർ നെടുങ്കണ്ടത്തൊക്കെ ഏലത്തോട്ടത്തിൻ്റെ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും നല്ലൊരു ഭൂമി വയനാട്ടാണ്. ആ വയനാട്ടിൽ എനിക്ക് കടന്നു വന്നു. ഇപ്പം വയനാട്ടിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പല സ്ഥലത്തും ഇവിടെ സ്ഥലം പാടച്ചിറ, മുള്ളംകൊല്ലി ഇവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 5.5 ഏക്കറിൻ്റെ സ്ഥലം മേടിച്ചിരിക്കുന്നത് കോട്ടേജ് വെക്കാനാണ്. ഈ കോട്ടേജ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 20 ചന്ദനമരവും 5 സെൻറ്റ് സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് 16 മരം വെച്ചുകൊണ്ട് 1 സെൻറ്റിനകത്ത് 4 സെൻറ്റ് സ്ഥലം മരം വെച്ചുകൊണ്ട് 1 സെൻറ്റിനകത്ത് കോട്ടേജ് പണി. കോട്ടേജ് 3 തരം കോട്ടേജ് ഉണ്ട്, 3 ടൈപ്പുണ്ട്. ആ 3 ടൈപ്പിനകത്ത് അത് മേടിച്ചാൽ നമുക്ക് പ്രയോജനമുണ്ട്. അതിന് മേടിച്ചിട്ട് അത് റെൻറ്റിന് കൊടുക്കാം. കല്യാണം കഴിഞ്ഞാൽ കപ്പിൾസൊക്കെ വരും, അല്ലെങ്കിൽ വിദേശികൾ വരും. ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതൊരു പെർ ഡേ ഒരു 15,000 രൂപ 20,000 രൂപയൊക്കെ വാടക കിട്ടുന്നതാണ്. എങ്ങനെ പോയാലും 2 ലക്ഷം രൂപയോളം പെർ മന്തിൽ കിട്ടും. ഇപ്പം വിദേശീയരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതന്നെയല്ല. ഇത് വയനാട്ടിലെ എല്ലാവർക്കും പേടിയാണ് വയനാട്ടിനെക്കുറിച്ച് പറയുക. വയനാട്ടിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ ഒരിക്കലും 50 കൊല്ലമായിട്ട് ഇതുവരെയും ഫ്ലഡോ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല സ്ഥലമല്ലത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടുത്തെ ഒരു വാസി പറഞ്ഞാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങളുടെ സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളും ഇത് കണ്ടും കേട്ടും അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ജസ്പേഡിൻ്റെ ആക്റ്റീവ് മെമ്പറായ ലിറ്റി മാഡം നമ്മുടെ ഇവിടെയുണ്ട്. അപ്പോൾ എന്താണ് ലിറ്റി മാഡത്തിന് പറയാനുള്ളത് നമുക്കിവിടെ കേൾക്കാം. ലിറ്റി മാഡം നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഞാൻ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയാണ്. പേര് ലിറ്റി അഭിലാഷ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹോം ബേക്കറായിരുന്നു. ആ ഒരു ഫീൽഡിൽ നിന്ന് ഇവിടോട്ട് വരാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. നമുക്കെല്ലാം ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പൈസ. അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഫീൽഡിൽ നിന്നാൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനായിട്ട് എനിക്ക് സാധിച്ചെന്ന് വരത്തില്ല. അപ്പം കൂടുതൽ പൈസ ഉണ്ടാക്കാൻ എന്നൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ജസ്പേഡിലെത്തിയത്. അപ്പം ഇവിടെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പം 5 സെൻറ്റ് സ്ഥലത്തിനും 20 ചന്ദന മരങ്ങൾക്കും ഉടമയായി കഴിഞ്ഞു. ഇനി അടുത്തത് ഇന്നൊരു കോട്ടേജ് ഇവിടെ വെച്ച് ബുക്ക് ചെയ്യുകയാണ്. പിന്നെ കോട്ടേജ് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. വളരെ ടൂറിസത്തിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. നല്ല ഒരു വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കോട്ടേജിൻ്റെ പണിയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായി തീരുമെന്നാണ് ഇപ്പോഴത്തെ ചിന്ത. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ നാനാ വഴികളിൽ നിന്നും, അതായത് 14 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് എല്ലാവർക്കും അത് സാധിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ചെയ്യുന്നത് ടൂറിസമാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ എല്ലാവർക്കും ഇപ്പം ജെൻസെന്നോ ലേഡീസെന്നോ വ്യത്യാസമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഉദ്ദേശമാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ചൈതന്യ വി സി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ജസ്പേഡിൽ വന്നിട്ട് 1.5 വർഷമായി. ഞാനൊരു വീട്ടമ്മയായിട്ടിരുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഇപ്പം ജസ്പേഡിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി എല്ലാവരും, എൻ്റെ മകന് എല്ലാം ഈ ഒരു ജസ്പേഡിൽ തന്നെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ഒരു ജസ്പേഡിൻ്റെ സെക്കൻഡ് വെഞ്ചറായ റിയൽ എസ്റ്റേറ്റ് അതിൽ ഇപ്പോൾ ഈ ഒരു വയനാട്ടിലാണ് ഈ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ അതിന് പറ്റിയ കാലാവസ്ഥ, അതുപോലെ തന്നെ നമുക്ക് പശ്ചിമഘട്ടം ആ ഒരു ഇതിലാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ ചന്ദന കൃഷി പ്ലാന്റേഷൻ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം നമ്മൾ കോട്ടേജുമായി ബന്ധപ്പെട്ട് കോട്ടേജിൻ്റെ തറക്കല്ലിടാനായിട്ട് ഇന്ന് തറക്കല്ലിടലുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായി ആകാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു.
എൻ്റെ പേര് സജിത രാജൻ, സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനിയിൽ വന്നിട്ട് 2 വർഷമാകുന്നു. ഞാൻ സീരിയസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്ന കാരണം പിന്നെ നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്രോജക്റ്റുകളാണ് കമ്പനിക്കുള്ളത്. ഇപ്പം റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടൂറിസം കോട്ടേജ്, അതാണ് ഇപ്പം ആ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പം എനിക്ക് സന്തോഷത്തോടും അതുപോലെ അഭിമാനത്തോടും പറഞ്ഞ് ഞാനിപ്പോൾ ഒരു കോട്ടേജ് എടുത്ത് അതിൻ്റെ ഓണറായിട്ട് നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പ്രോജക്റ്റിൽ വരുന്നത് കൊണ്ട് ഒരുപാട് വരുമാനങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന നല്ല കുറേ പ്രോജക്റ്റുള്ളൊരു കമ്പനി തന്നെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു വീട്ടമ്മയായിട്ട് നിന്നുകൊണ്ട് നല്ലൊരു വരുമാനം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു ആളാണ്. അപ്പം ആര് വന്നാലും ഇതിനകത്ത് പ്രായ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ആര് വന്നാലും ഇതിനകത്ത് നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രോജക്റ്റുകളുള്ള ഒരു നല്ലൊരു കമ്പനിയാണ്. അപ്പം വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഹായ്, എൻ്റെ പേര് മഞ്ജു ജേക്കബ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. ഇന്ന് ഇപ്പോൾ ജസ്പേഡിൽ വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ജസ്പേഡിൽ വന്നത്. ആക്ച്വലി ജസ്പേഡിലെ ബിസിനസ്സിൻ്റെ കാര്യം അവൾ എന്നോട് പറഞ്ഞപ്പം ഞാൻ ടോട്ടലി വേറൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ബട്ട് അവിടെ എൻഫോഴ്സ് കാരണം ഞാൻ ജസ്പേഡിൻ്റെ ക്ലാസ്സസൊക്കെ കേൾക്കാനും ഒരു 2 മാസം ഞാൻ ശ്രദ്ധിച്ചു എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു ബിസിനസ്സാണ്. ഇവിടെ ഒരിതില്ല, കാരണം ഏത് പ്രൊഫഷനുള്ളവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. സോ മെയിനായിട്ട് സ്ത്രീകൾക്ക് ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. സോ ഞാനും അതാണ് ആഗ്രഹിച്ചത്, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം. സോ ഒരു നേഴ്സായി നിൽക്കാൻ ഞാൻ 10 ഇയേഴ്സായിട്ട് സൗദി വർക്ക് ചെയ്യുമായിരുന്നു. സോ അവിടെ നിന്ന് എനിക്ക് ഇതുവരെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതുവരെ ആയില്ല. അപ്പം ഞാനൊരു വിദേശത്ത് പോയി വർക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ ജസ്പേഡ് എന്ന ആശയം എൻ്റെ ഇതിലേക്ക് വന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു ഈ ജസ്പേഡിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനൊരു 60 വയസ്സ് വരെ വേറൊരു രാജ്യത്ത് പോയി വർക്ക് ചെയ്തുണ്ടാക്കുന്നതിൽ കൂടുതൽ ഏണിങ്സ് എനിക്ക് ജസ്പേഡിലൂടെ കിട്ടുമെന്ന് മനസ്സിലായി. സോ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞാനിപ്പോൾ ജസ്പേഡിനെ ഏറ്റെടുത്ത് ഞാനിപ്പോൾ കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ജസ്പേഡിൻ്റെ സെക്കൻഡ് വെഞ്ചുവറായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ്. സോ ഫസ്റ്റ് ജസ്പേഡിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് EMI-ലൂടെ ഒരു 5 സെൻറ്റ് പ്ലോട്ട് 20 ചന്ദനത്തൈയുടെ ഉടമയായി. ഇപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വെഞ്ചുവറായ കോട്ടേജ് സിൽവർ ലീഫ് ബിൽഡേഴ്സിൻ്റെ നമ്മുടെ തന്നെ നെക്സ്റ്റ് വെഞ്ചൂറാണ് സിൽവർ ലീഫ് ബിൽഡേഴ്സ്. അതിൻ്റെ കോട്ടേജിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. സോ 120 കോട്ടേജാണ് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൊരു കോട്ടേജ് എടുക്കാനായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി സെക്യൂർ ആക്കാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നു. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ നിങ്ങൾ ഈ കമ്പനിയെ പറ്റി ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ഇത് ജെന്യുവൻ ആണെന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ കമ്പനിയിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ചെറുപ്രായത്തിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കടന്നു വന്ന അനന്തുവാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ അനന്തുവിനോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഈ മേഖല വരാനുള്ള കാരണം. അദ്ദേഹം വളരെ ആക്റ്റീവാണ്. വന്നപ്പോൾ മുതൽ ഇവിടെ എല്ലാം കറങ്ങി നടക്കുകയാണ്. അനന്തുവിനോട് ചോദിക്കാം. എൻ്റെ പേര് അനന്തു എന്നാണ്, സ്വദേശം തിരുവല്ല. ഞാനൊരു BCom വിദ്യാർത്ഥിയാണ്. അപ്പം ഒരു BCom വിദ്യാർത്ഥിയെ ഞാൻ എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് തിരഞ്ഞെടുക്കുന്നതിന് കാരണം വെച്ചാൽ എല്ലായിടത്തും പലയിടത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാണാറുണ്ടല്ലേ, പലരുടെയും ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതിൽ കൂടുതൽ പഠിച്ചപ്പോഴത്തേക്കും നമുക്ക് സേഫും സെക്യൂറായിട്ടുള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് ഇത് റിയൽ എസ്റ്റേറ്റ് എന്ന് മനസ്സിലായി. അതുവഴി ഒരു EMI വഴി ഒരു പ്ലോട്ട് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അതെൻ്റെ ലൈഫിൽ തന്നെ ഒരു സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ ഫാമിലിയും അതുകൊണ്ട് സെക്യൂറാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ റിയൽ എസ്റ്റേറ്റ് ഭാഗമായത്. കൂടാതെ തന്നെ ഇപ്പം ഇതിൻ്റെ കോട്ടേജിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. തുടർന്ന് തന്നെ ഒരു കോട്ടേജും എടുത്തുകൊണ്ട് ഒരു മാസ വരുമാനമായി ലക്ഷങ്ങൾ ഉണ്ടാക്കാനും എനിക്ക് സാധിക്കും. എല്ലാവർക്കും പറ്റുന്നൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ട് എല്ലാവരും വന്ന് സഹകരിക്കുക. ഓക്കെ, താങ്ക് യു. പണ്ട് നാം കളിയായി പറഞ്ഞ പോലെ പണം കായ്ക്കുന്ന ഒരു മരം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എങ്കിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ആ പഴമൊഴി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ന് അതിവേഗം മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോക വിപണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് ചന്ദൻ അഥവാ ശ്രീഗന്ധ എന്ന് വിളിക്കപ്പെടുന്ന ചന്ദനം. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, അരോമ തെറാപ്പി, സോപ്പ്, പെർഫ്യൂമറി തുടങ്ങി വൈവിധ്യമാർന്ന വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന ചന്ദനം നൂറ്റാണ്ടുകളായി തിരയപ്പെട്ടിരുന്ന ഒന്നാണ്.
സാംസ്കാരിക പ്രാധാന്യമാർന്നതും സമ്പന്നമായ പൈതൃകത്തിന് പേരുകേട്ടതുമായ നിത്യഹരിത വൃക്ഷമായ ചന്ദനത്തിന്റെ കൃഷി ലക്ഷ്യമിട്ടുകൊണ്ട് ജസ്പേഡ് ഇന്റർനാഷണൽ സാൻഡൽവുഡ് പ്ലാന്റേഷൻ എന്ന വലിയ പ്രൊജക്റ്റിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലായി 1400 ഏക്കറിൽ ആരംഭിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി ചെറിയ നിക്ഷേപത്തിൽ വലിയ ലാഭം നേടാനായി നിങ്ങൾക്കുമിതാ അവസരം. 5 സെന്റ് ഭൂമി നിക്ഷേപകന്റെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകുകയും അതിൽ 20ഓളം ചന്ദനത്തൈ നട്ട് 15 വർഷത്തേക്ക് ചന്ദന കൃഷിയുടെ പൂർണ്ണ സംരക്ഷണവും പരിചരണവും ഉത്തരവാദിത്തത്തോടെ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായ കൃഷി രീതികളിലൂടെ ചന്ദനമരത്തിൽ നിന്നുള്ള ആദായത്തിനുള്ള കാത്തിരിപ്പ് സമയം 30 വർഷത്തിൽ നിന്ന് 12 മുതൽ 15 വർഷമായി കുറയ്ക്കുന്നു. കൂടാതെ ഈ അമൂല്യ ആസ്തിയുടെ സുരക്ഷാ പ്രാധാന്യം കണക്കിലാക്കി സെക്യൂരിറ്റി ഗാർഡ്, CCTV, സാറ്റലൈറ്റ് സർവൈലൻസ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളും സേവനങ്ങളും കമ്പനി ഏറ്റെടുക്കുന്നു. 1 കിലോ ചന്ദനത്തിന് 1980കളിൽ 20 രൂപയായിരുന്നെങ്കിൽ 1990 അത് 200 രൂപയിലേക്ക് ഉയർന്നു. 2008 3000 രൂപയിലേക്കും 2023 20,000 രൂപയിലേക്കും വില കുതിച്ചുയർന്നതായി ചന്ദന വിപണിയിൽ കാണാനായി സാധിക്കും. അടുത്ത 10 വർഷത്തിൽ 1 കിലോ ചന്ദനത്തിന് കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും വരുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നതായി പറയുന്നു. ഈ കണക്കനുസരിച്ച് നിക്ഷേപകന് 20 ചന്ദനമരങ്ങളിൽ നിന്നായി 12 മുതൽ 15 വർഷത്തിനുള്ളിൽ 1 കോടി മുതൽ 5 കോടി രൂപ വരെ ആദായം പ്രതീക്ഷിക്കാവുന്നതാണ്. നിക്ഷേപകൻ എന്ന നിലയിലുള്ള അവസരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ചന്ദനമരങ്ങൾക്കിടയിലെ ശാന്തതയിൽ ആഡംബര സൗകര്യങ്ങളോട് കൂടിയ അവധിക്കാല കോട്ടേജുകൾ നിർമ്മിച്ചു നൽകുകയും അതിൻ്റെ നടത്തിപ്പവകാശം കമ്പനി ഏറ്റെടുക്കുകയും ഇതിലൂടെ നിക്ഷേപകന് 5,000 രൂപ മുതൽ 15,000 രൂപ വരെ പ്രതിദിനവും പ്രതിമാസം 1 ലക്ഷം രൂപ വരെ വരുമാനം നേടാവുന്ന അവസരവും ഇവിടെ കാത്തിരിക്കുന്നു. സാധാരണക്കാരന്റെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഈ മികച്ച നിക്ഷേപ പദ്ധതിയുടെ ഭാഗമാകൂ. ചന്ദനമരത്തോടൊപ്പം വളരട്ടെ നിങ്ങളുടെ സമ്പത്ത്. താങ്ക്